പെരുന്നാൾ കാരണം പണി ലീവായിരുന്നു. അപ്പം അമ്മീനെ കാണാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് പോയി. മാനും ഉണ്ടായിരുന്നു, മാനും ലീവായിരുന്നു സ്കൂള്. അപ്പോൾ ഒന്ന് അവിടെ പോയി ഒന്ന് അമ്മീനെ കണ്ടിട്ട് വരാം. അപ്പോൾ അമ്മ ആട് വിട്ട് പോയിരിക്കുന്നു. ചെറിയമ്മേൻ്റെ അടുത്ത് കോവയ്ക്കുണ്ട് പറഞ്ഞ് വലിക്കാൻ വേണ്ടി പോയി. കോവയ്ക്ക് പറഞ്ഞ് വലിക്കാൻ പറഞ്ഞ് പോയപ്പോൾ അവിടെ കോവയ്ക്ക അവരെന്നെ കുറച്ച് വലിച്ചു പറഞ്ഞു. എന്തായാലും വന്നല്ല കുറച്ച് എവിടെയെങ്കിലും ഉണ്ടാകും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വലിക്കാൻ വന്നു. ഭാര്യയാണെങ്കിൽ പെങ്ങളിലൂടെ കഥ പറയാനും പോയിരുന്നു. ഞാൻ പോയി കണ്ട് ഒറ്റയ്ക്ക് കോവയ്ക്ക് വരയ്ക്കാൻ വേണ്ടി പോയി. കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. മേലെയൊക്കെ പോയി എന്തെങ്കിലും ഉണ്ടാവാന്നിട്ട് ഞാൻ എല്ലാം മേലെ കയറി. അപ്പോൾ മേലെ നോക്കുമ്പോൾ കുറച്ച് ആൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് 2-3 ആൾക്ക് കുറച്ച് മതിയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു. എനിക്ക് തോട്ടിയും കൊണ്ട് വലിക്കുന്നതിന് മേലത്തെ നിർത്തില്ലേ. അപ്പം ഞാൻ മേലെ കയറിയപ്പോൾ കുറച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിച്ച് മെല്ലെ ചോട്ടിക്കൊക്കെ ഇറങ്ങി. കമ്പിളിപ്പുഴ ഉണ്ടാകുമെന്നുള്ളൊരു പേടി മാത്രം ഉണ്ടായിരുന്നു. ബാക്കിയാണ് നമുക്ക് പേടി. പച്ചരി കൊത്തി പാമ്പ് അങ്ങനെ ഉണ്ടാകുമെന്ന് നല്ല പച്ചപ്പ് പോലെ ഉണ്ടായിരുന്നില്ല. അതിൽ വേറെ കായൊക്കെ ഉണ്ട്. എന്താണ്ടില്ലേ, സപ്പോട്ട മരമാണ്. സപ്പോട്ട മരത്തിൽ കോവയ്ക്കിനെ പടർത്തി വിട്ടാണേ. കായ് വരുന്നുള്ളൂ, ചെറുതായിട്ടേ ഉള്ളൂ. സപ്പോട്ട വരുമ്പോഴേക്കും നമ്മൾ വച്ചിട്ട് പോകും. വെറുതെ ചോട്ടി വീണ് പോവുകയാണേ. പിന്നെ എങ്ങനെയാണ് കുറച്ച് കോവയ്ക്കൊക്കെ കുറച്ച് വലിച്ചു. ചോട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കണം, സൂക്ഷിച്ച് നോക്കിയാൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവില്ല. കമ്പിളിപ്പുഴയൊക്കെ ചിലപ്പോൾ ഉണ്ടാവേ. ഇത് എന്താ കമ്പിളിപ്പുഴ നമുക്കറിയില്ല. മാറ്റി വരുന്ന കമ്പിളിപ്പുഴ കഴിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓർന്ന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ആൾ കഥയൊക്കെ പറഞ്ഞ് വന്നു. കണ്ടില്ലേ, അത് വിശേഷം ചോദിക്കാൻ പോയതാണ്. അങ്ങനെ ഓർന്ന് വലിച്ച് മെല്ലെ ആളുടെ കൊടുക്കും. പിന്നെ ഏകദേശം ആയപ്പോൾ മെല്ലെ ഇറങ്ങാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, മേലേക്ക് ഒന്നുകൂടി നോക്കി. നിൽക്കുന്ന കാര്യമാണ് വല്ലാത്ത കഷ്ടം. മഴ പെയ്ത് കാരണം ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. കൊമ്പിൻ്റെ അറ്റത്തൊക്കെ കൊമ്പ്. പിന്നെ അടിയിൽ നിന്ന് അവർ ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക് കൊണ്ട്. അത് കാരണം മെല്ലാണ്ട് ചെറിയ തടിയാണ്. കണ്ടില്ലേ, അവിടെ പോയിട്ട് അങ്ങ് നിൽക്കുന്നത്. നമുക്ക് കുറച്ച് കിട്ടിയാൽ മതി. കോട്ടെ ആകെ 2-3 ആളല്ലേ ഉള്ളൂ. ഏകദേശം ആയപ്പോൾ മെല്ലെ ഇറങ്ങിക്കോ പറഞ്ഞു. എനിക്ക് നോക്കട്ടെ, എവിടെയെങ്കിലൊക്കെ ഇത്തിരി ഒളിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നോക്കി കുറച്ചുകൂടി വലിച്ച് മെല്ലെ ചോട്ടിക്ക് ഇറങ്ങി. എന്തായാലും 2 കയറി വെക്കേണ്ടതായി. മെല്ലെ ഇറങ്ങി. ചോട്ടിലെവിടെയും പോയി ഉണ്ടെന്ന് നോക്കാറുണ്ട്. മെല്ലെ ഇറങ്ങി. ഉണ്ടാവില്ല. വലിച്ച കാര്യം ചോട്ടിൽ തന്നെ ഉണ്ടാവില്ല. വരുന്നവരൊക്കെ ചോട്ടിൽ മിക്കവാറും വലിക്കുന്നത്. പിന്നെ എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി. കണ്ടല്ലോ പറഞ്ഞ മെല്ലെ നമ്മുടെ പരിപാടി ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഫോണോ അവിടെ ഇത്തിരി മുല്ലപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിക്കാൻ പറഞ്ഞു. വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ പോകാൻ വേണ്ടി മെല്ലെ ഇറങ്ങി. വീട്ടിലെത്തിരി ചീനിമുളക് ഉണ്ടായിരുന്നു, അതിനും വലിച്ചു. ചെറിയമ്മൻ്റെ അവിടെ പേരക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. ആള് ചെറുപ്പത്തിൽ കണ്ടാണ്. ചെറുപ്പത്തിൽ തന്നെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടാണേ. പരിചയമില്ലാതെ നമ്മുടെ അടുത്ത് നടത്തില്ല. എന്ത് കഥ പറഞ്ഞിട്ടും ആൾ വന്നേ ഇല്ല. അതാണല്ലോ ഒരേ കാര്യത്തിൽ അമ്മയൊക്കെ അവിടെ വന്നിരിക്കണം. കുറേ കഥ വന്നതാണ്. എല്ലാ കാര്യമാണ്. എവിടെ പോയി വലിയ ഇത്ര ദിവസം ഇല്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ മകനൊക്കെ ഇനി ഇതിൻ്റെ കൂടെയാണ് കളിക്കാൻ പോണത്. വീട് പണിക്കാനും എല്ലാം വാടകയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ എന്ത് പറഞ്ഞിട്ട് ആൾ വന്നില്ല. ഒരേ കരച്ചിൽ, ഒരു പരിവം പോലെ. മുഖം പരിചയമില്ലാത്ത കാരണമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മെല്ലെ വരാൻ പറഞ്ഞു. മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി.